നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഡിഷാട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചമ്മന്തി ആട്ടോ. വേറൊന്നുമല്ല, മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ വേവിച്ച മാങ്ങ ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ വേവിച്ച മാങ്ങ ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് തേങ്ങ മതി നമുക്ക്. ഇനി ഇതിലോട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ വേണമെങ്കിൽ നമുക്ക് തൊലിയോടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കാം. മാങ്ങയുടെ മുഴുവൻ ഗുണങ്ങളും കിട്ടണമെങ്കിൽ തൊലിയോടെ തന്നെ ഉപയോഗിക്കണം കേട്ടോ നല്ല. അപ്പോൾ ഈ മാങ്ങ ഞാൻ കട്ട് ചെയ്ത് ചേർക്കണേ. ഈ ചമ്മന്തിയിലോട്ട് ഒരു ഇളം ചെനച്ച മാങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് സാധാ പച്ച മാങ്ങ തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർക്കണേ. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 2 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കേട്ടോ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ വറ്റൽമുളക് ചേർത്താലും മതി. പച്ചമുളകല്ല ചേർക്കേണ്ടത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇവിടെ ഞാൻ ചെറിയൊരു സ്കില്ലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാസ്റ്റ് അയൺ ആണ്. ഈ സ്കില്ലറ്റിലോട്ട് ഞാൻ എണ്ണ ഒഴിക്കണേ. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ചെറിയ സ്കില്ലറ്റ് ആയതുകൊണ്ടേ കടുക് മുഴുവൻ തെറിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെച്ചിട്ടുള്ളത്. വറ്റൽമുളക് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചമ്മന്തി ആട്ടോ. ഈ ചമ്മന്തി ഡയറക്റ്റ് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചമ്മന്തി കൂടെ ഈ പാനിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ ചമ്മന്തി ചെറിയ ജാറിലായതുകൊണ്ട് വെള്ളം കുറവാക്കിയിട്ടല്ലേ അരച്ചെടുത്ത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചമ്മന്തി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ചമ്മന്തിയാണിത്. ഫ്രണ്ട്സ്, നമ്മുടെ വേവിച്ച മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു ചമ്മന്തി രൂപത്തിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കഞ്ഞിയുടെ കൂടെയും. ഇപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.